അനുച്ഛേദം 25 മുതൽ 28 വരെ പറയണത് എന്താണ്? ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ അനുച്ഛേദം 25 പറയണ ഇപ്പൊ ഇതിലാറ് റീച്ച് കിട്ടാൻ എൻ്റെ മുന്നിൽ ഒരുപാട് ഐഡിയകളും ഉണ്ട്, മാർഗങ്ങളും ഉണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയാൽ അത് ഞാൻ ഇന്ന കാണുന്ന അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ, ഞാൻ കൊടുക്കുന്നൊരു തെറ്റായൊരു സന്ദേശം ഉണ്ടായില്ല. അപ്പോൾ അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ ഒരുപാട്, അതായത് ഈ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് പറയല്ലത്. അതേപോലെ നവോത്ഥാന നായകന്മാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ, വീട്ടി ഭട്ടതിരിപ്പാടി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ ഒരുപാട്, സഹോദരൻ അയ്യപ്പന്, ഇനി ആക്കണേ പിന്നെ ചാവറച്ചൻ അല്ലേ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അങ്ങനെ ഒരുപാട് നവോത്ഥാന നായകന്മാർ, ഇതൊക്കെ പഠിച്ച ഒരാൾ, അതായത് പഠിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഇവർ ഞാൻ ഫസ്റ്റ് പറയണ ഒരു ഇതെന്താ വെച്ചാൽ എൻ്റെ ഉമ്മയാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളിൻ്റെ ഉമ്മ തന്നെയാണ് ചെറുപ്പം മുതൽ. അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിസ്കരിക്കാതെ ഉമ്മാൻ്റെ അടുത്ത് ഭക്ഷണത്തിന് പോയിരുന്നാൽ ഉമ്മ ഭക്ഷണം തരില്ല, പോയി നിസ്കരിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുപ്പത്തിൽ ഉമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, കാലിൻ്റെ അടിയിലെ ചുവപ്പ് മാറി ഉടനെ തന്നെ 5 വക്ത് നിസ്കരിച്ച് ഇങ്ങനെ പോകുന്ന എല്ലാം കറക്റ്റാക്കി പോകുന്ന ഒരാളൊന്നല്ല ഞാനും. പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഒരു പോയിന്റ് എത്തിയപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഉമ്മ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ട്. അങ്ങനെ ഈ സാധനം ഞാൻ എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എനിക്കത് ഒഴിവാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു തെറ്റാണ്, എൻ്റെ ഈ മീശ ചുണ്ടിന് താഴെ ഇറങ്ങാറുണ്ട്. എന്നോട് പല ആളുകളും ചൂണ്ടിക്കാണിക്കലുണ്ട്. അല്ല, അത് ഇപ്പോൾ എൻ്റെ ആദർശപ്രകാരം, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആദർശപ്രകാരം തെറ്റാണ്. പാൻറ് നെരിയാണിക്ക് താഴെ പോകാറുണ്ട്, അത് തെറ്റാണ്. അത് ഞാൻ ചെയ്യേണ്ടതെന്ന് കരുതി ഒരിക്കലും ശരിയാവണില്ല, തെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് തോന്നണേ, നമ്മളെ തിന്മനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അത് ശരിയാണ്, മീശ ചെറുതാക്കണം, പിന്നെ പാന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞാൽ വലിയ തിന്മകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉദ്ദേശിച്ചൊരു സംഗതി എന്താ വെച്ചാല് നിസ്കാരം ഇപ്പൊ പറഞ്ഞു, അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മതപരമായി വലിയ തെറ്റാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, എനിക്ക് നിങ്ങളെ പരിചയം, ഞാൻ വ്ളോഗ് കാണുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു നമുക്ക് ബാസി സമ്മാനം വിളിക്കാം, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തിനാ വിളിക്കുന്നേ? അപ്പോൾ ഞാൻ ഇൻസ്റ്റ അപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ദ സെർവൻറ്റ് ഓഫ് അള്ളാ, അതാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞാൽ പൊതുവെ ആളുകൾക്കൊരു ഈ ഒരു വലിയ റീച്ചിലെത്തുമ്പോൾ വാല്യൂസ് ഒഴിവാക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും, പക്ഷെ അത് നിങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അത് സിറ്റുവേഷനും ഉണ്ടാവും നമ്മുടെ മുന്നിൽ, ഒരുപാട് സിറ്റുവേഷൻ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ ഹനാൻ്റെ ഇപ്പോൾ എപ്പോഴും പറയേണ്ട ഒരു സാധനമാണത്. എവിടെ വേണമെങ്കിലും, ഇപ്പം എൻ്റെ ഉമ്മയും പറയണ കേട്ടോ, എങ്ങോട്ടും പോവാം, എങ്ങോട്ടും നിങ്ങൾ പോയിക്കോളി. പക്ഷേ എൻ്റെ അമ്മേനോട് പറയുന്നത് വെച്ചാൽ സമയമാകുമ്പോൾ 5 വക്ത് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. പിന്നെ ഞാൻ വേറെ കണ്ട അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ, ഈ 5 വക്ത് നിസ്കാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സാധനം വരും, ഒരു കുത്ത് വരും. നമ്മൾ വേറെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഈ ചെയ്യണത് ശരിയാണോ തെറ്റാണോ, ഒരു സാധനം ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ നമ്മൾ ഉള്ളിൽ വരും. അനുഭവത്തിൽ നിന്ന് പറയണത് അതിൽ ചെയ്ത് ശീലമുള്ള ആളുകൾക്ക് എന്തായാലും ഞാൻ പറയണത് കറക്റ്റ് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കുത്തി വരും. പിന്നെ ഞാൻ കേട്ട് ചരിത്രങ്ങൾ, ഇപ്പോൾ ഞാൻ ചരിത്രം കേട്ടിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ കുത്തേറ്റാണ്ട് ഇപ്പം മരിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കുടിക്കാൻ വേണ്ടി മുന്തിരിൻ്റെ ജ്യൂസ് കൊടുക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഈ കൊടുക്കണൊക്കെ വയറ്റിലൂടെ പുറത്ത് കയറണം, അത്ര ആഘാതമായിട്ടാണ് കുത്തേറ്റിട്ടുള്ളത്. ആ സമയത്ത് ഒന്നും ഉണ്ടായി കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്, ഉമറെ എഴുന്നേൽക്കാരൻ വിളിക്കുന്നുണ്ട്, കേൾക്കണില്ല. അപ്പം മകൻ അബ്ദുള്ള എന്ത് പറഞ്ഞു, ഉപ്പാനോട് ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ ഉപ്പ എണീക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അറിയണത്. അതായത് നിസ്കാരത്തിൻ്റെ, അതായത് അത്രത്തോളം ഗൗരവത്തിനുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്ന നിലപാട്, ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ എൻ്റെ നെഗറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കും. ഓൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഓൻ ആ ചെയ്യണ തെറ്റല്ല, ഈ ചെയ്യണ തെറ്റല്ല, പിന്നെ ഇപ്പോൾ നിസ്കരിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ, ഈ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്. ഞാനെന്നല്ല, ഇനിയിപ്പോൾ ഏതൊരാളും, ഇപ്പോൾ ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു നല്ലത് പറയുന്ന ആളെ അയാളുടെ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിനങ്ങോട്ട് അടിച്ചമർത്താൻ നോക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണലുണ്ട്. അപ്പോൾ അവരോട് തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ആൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ, ഇപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണ്, അപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഈ നന്മയും കൂടി ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ആ തെറ്റിൻ്റെ പുറകെ പോവുകയാണോ വേണ്ടതെന്നുള്ളത് ഓരോന്ന് പറഞ്ഞെന്ന് ക്ലിയറായി. ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കണത് നല്ലത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ആകെ നമുക്ക് ഉണ്ടാവുക അതാണ്. അതും കൂടി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ആ തെറ്റിൻ്റെ പുറകെ മാത്രമായിട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ,
അതാണ് ചോദ്യം. അതെ, ആളുകൾ പൊതുവെ തിന്മകളോട് കാണിക്കുന്ന ഒരു ഇതായിരിക്കും അത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ന്യൂനതകളാണ് കുറെ കാണാൻ പലരും ശ്രമിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിസ്കാരം, പിന്നെ അതുപോലെ തന്നെ ലഹരി സ്പർശിക്കയില്ല, ഇങ്ങനെ കുറെ വാല്യൂസ് കീപ്പ് ചെയ്യുന്നു. ഇനിയിപ്പോ വാസിസമ്മാൻ ഇനി ഉയരുമല്ലോ, ഇനിയിപ്പോ ഒരുപാട് റീച്ച് ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഉണ്ടാകുമ്പോഴും ഈ വാല്യൂസ് കീപ്പ് ചെയ്യും. അതെന്താ വെച്ചാൽ ഈ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന 5 വക്ത നിസ്കാരത്തിൽ ഞാൻ ഒരു പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ചാൽ, പടച്ചോനെ ഞാൻ മരിക്കണ വരെ ഈ 5 വക്ത നിസ്കാരം നിലനിർത്തി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണം. കാരണം എൻ്റെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ എനിക്ക് വരികയാണ്, ഇതിന്നൊക്കെ വഴിതെറ്റി പോകാല്ലേ. വരും, സ്വാഭാവികമായിട്ട് വരും, ഒരു സംശയവും വേണ്ട. വന്നിട്ടുണ്ട്, വരും ചെയ്യും. അപ്പോഴൊക്കെ ഇന്നതിന്ന് കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇതിന്നൊക്കെ വ്യതിചലിച്ച് ഈ പറയുന്ന ഒരു നിസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ നടക്കണ, ചിലപ്പോൾ നിങ്ങൾ എന്നെ കാണേണ്ടി വന്നാൽ നിങ്ങൾ അന്ന് പറയും, ഓൻ അന്ന് നമ്മളെ മുന്നിൽ നിന്നുകൊണ്ട് എന്തൊരു ഡയലോഗ് ഇനി ആ ഓനാണ് ഇപ്പൊ ആ കാട്ടി നടക്കണത് പറയും. അങ്ങനെ ഒരു എനിക്കുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനമാണ്, ഇപ്പൊ ഈ കാണുന്ന ഈ കഴുത്തിന്റെ മുകളിൽ ഈ തല ഉണ്ടോ, ഞാൻ അത് ഇന്നിന്റെ ജീവിതത്തിൽ ഒഴിവാക്കൂല എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലൊരു തീരുമാനം എടുക്കാനില്ല. അത് മാറുന്ന ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ഇനി വരാക്കട്ടെ. ഞാൻ അത് എപ്പോഴും ഫെയിം, സമ്പത്ത്, ഇതൊക്കെ നമുക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെ സൂക്ഷിച്ചൊരു വാല്യൂസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ലഹരി ഉപയോഗിക്കുന്നില്ല, നമ്മളതുപോലെ തന്നെ പലതും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞിരുന്ന അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന പല വാല്യൂസും അത് കോംപ്രമൈസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഒരു റീച്ചിന് വേണ്ടി. ഫെയിം ഇപ്പോൾ പ്രവാചകവചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനമാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, വിശക്കുന്ന ചെന്നായിനെ പോലെ, രണ്ട് ചെന്നായകൾ, ആ ചെന്നായകളെ ഒരു ആട്ടുംകൂട്ടത്തിലേക്ക് വിട്ട പോലെയാണ് 2 കാര്യങ്ങൾ. അത് മനുഷ്യൻ്റെ ഈ പ്രിൻസിപ്പിളിനെ, എത്തിക്സിനെ മുഴുവൻ നശിപ്പിക്കുന്നതായിരിക്കും. ഒന്നെണ്ണുന്നത് പ്രശസ്തിയാണ്, രണ്ടാമത്തെ സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തിയും ഈ പ്രശസ്തിയും മനുഷ്യന്റെ വാല്യൂസിനാണ് നശിപ്പിക്കും. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു പോസിറ്റീവായി. ഇപ്പോൾ വാസിസമ്മാൻ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വാല്യൂസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് നിലനിർത്തുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. കുറവുകളെല്ലാം മനുഷ്യരെന്നുള്ള നിലക്ക് ഉണ്ടാകും, ഈ ഭാവിയിൽ നമ്മളത് നികത്തും ഒക്കെ ചെയ്യും നമ്മൾക്ക്. പക്ഷേ അത് പോസിറ്റീവാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതാണ് നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ തെറ്റുകൾ ചെയ്യുന്ന ഈ ഒരു പ്രവണതയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പം ആളുകൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾ ഇപ്പം നിങ്ങളെ ഫോളോവേഴ്സിൽ മുസ്ലിങ്ങളുണ്ടാവാം, ആ മുസ്ലിങ്ങളുണ്ടാവും അല്ലേ, പക്ഷെ അവരൊക്കെ ഇടയിൽ അങ്ങനെ തുറന്നടിച്ച് പറയാൻ പറ്റുക എന്നുള്ളത്, ആ തുറന്നടിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ പക്ഷേ ഞാനത് പറഞ്ഞിട്ട് ഇതിന് പറയണോ, ആ ചിന്തകൾ വന്നിട്ടുണ്ടോ, അതൊരു ചോദ്യമാണ്. ഇങ്ങനെ ഞാനത് പറയണോ, ഈ ആദ്യമായിട്ട് നിസ്കാരത്തിന് വേണ്ടിയിട്ടല്ലോ. അപ്പം ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ 5 വക്ത് നിസ്കരിച്ചാൽ പോരെ, എന്തിനാണ് ഞാൻ പറയുന്നതെന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, എക്സ്പീരിയൻസ് എന്തെങ്കിലും? ഈ ഒരു സാധനത്തിന് ഞാൻ വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മളിത് ചെയ്തിട്ട് നമ്മളിത് സോഷ്യൽ മീഡിയയിൽ വേറെ ആളുകളോട് പറയുമ്പോൾ ഇത് നമുക്ക് തന്നെ തീർക്കുന്ന ഒരു പ്രതിരോധം കൂടിയാണ്. അതായത് ഇപ്പം ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഇൻ്റെ കേൾക്കുന്ന, അതായത് ഇൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ആര് ചെയ്യണം? ഞാൻ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ എനിക്കെതിരെ തീർക്കുന്ന ഒരു പ്രതിരോധം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എന്നെ കാണുന്ന ആളുകളോട് പറയാം, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം എൻ്റെ ഉള്ളിലൊരു കുത്തുണ്ട്, എന്ത് ആദ്യം ഇത് ചെയ്തിക്കണോ? അപ്പം ഞാൻ എന്നോട് ചോദിച്ചാണ്, ചെങ്ങായി ആദ്യം ഇത് ചെയ്തിക്കണം, എന്നിട്ടല്ലേ ബാക്കിയുള്ളവരോട് ഈ പറയുന്ന കാര്യം എനിക്ക് പറയാൻ അവകാശമുള്ളൂ എന്നുള്ള. അതായത് അപ്പം ഞാൻ എനിക്കെന്നെ എതിരെ തീർത്തൊരു പ്രതിരോധമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറയണത്. അതായത് ഞാൻ ഇതിന് മാറിപ്പോയരുത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ആളുകളോട് പറഞ്ഞൊരു സാധനമാണ്. അപ്പം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളയാൻ പറ്റൂല. അത് ഞാൻ ഇന്നെ തന്നെ ഒരു വരച്ചാണ് അവിടെ ഇങ്ങനെ നിർത്തിക്കണം. സ്വയം ഞാൻ തന്നെ ഒരു കൺട്രോൾ വരുത്തിയാണ് ഇങ്ങനെ വെച്ചിരിക്കണം അവിടെ. അതാണ് അതിലുള്ള ഒരു സാധനം. അല്ല, ഈ പുതിയ കാലത്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർക്ക് ഉണ്ടാകുന്ന ഒരു റീച്ച് ഉണ്ടല്ലോ, അത് പോസിറ്റീവായ തരത്തിൽ നന്നായി ഉപയോഗപ്പെടണം. തിരിച്ച് ലഹരിയൊക്കെ ഇങ്ങനെ വ്യാപകമാകുന്ന സമയത്ത് അതൊന്നല്ല വൈബ്, അതിനപ്പുറത്ത് ചിലതുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ ഇപ്പോഴുള്ള ജനങ്ങൾക്കില്ല, അതായത് പ്രത്യേകിച്ച് യുവാക്കൾക്ക്, അതായത് പുതിയ തലമുറക്ക്, ഞാനടക്കം ഉൾപ്പെടുന്ന നമ്മളൊക്കെ ഉൾപ്പെടുന്ന, ഞാൻ 97ആണ്. ഓക്കെ, ഇനിയിപ്പോൾ 2K ആയിക്കോട്ടെ, 2K ആയിക്കോട്ടെ, 90s ആയിക്കോട്ടെ, പൊതുവെ എല്ലാവരും ധാരണ എന്താണ്, അതായത് ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും വരുന്ന ഞാൻ കാണുന്ന ഒരു സാധനം, അതായത് മതപഠനമൊന്നും വേണ്ട, അതായത് ശാസ്ത്രപഠനം മാത്രം മതി എന്നുള്ളൊരു സാധനം. മതപഠനം വേണ്ട, അല്ലെങ്കിൽ മതത്തിൽ ഏത് മതം ആയിക്കോട്ടെ, ഒരു മതവും വേറുള്ളവരെ പോയി ഇങ്ങോട്ട് ഉപദ്രവിക്കാനും ആക്രമിക്കാനും പറയണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഒരു മതവും പറയണില്ല.
ഈ മതപഠനം ശാസ്ത്രപഠനം വേണ്ടെന്നല്ല, നമുക്ക് അതിൻ്റെ എത്രത്തോളം എത്തിപ്പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ലെവലിൽ ശാസ്ത്രപഠനം വേണം. കൂടെ തന്നെ നമ്മളെ ഉള്ളിലെ ഈ ഒരു ആത്മീയ സംസ്കരണം എന്നൊക്കെ പറയില്ലേ, അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ഈ മതപഠനം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സഹോദര മതസ്ഥൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന് ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ നിന്നല്ല, ഞാൻ പഠിച്ച മതത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കാണ്ട്. ഇതേപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവനോട് പറയേണ്ടി വരുന്നത്, നമ്മൾ മാതാപിതാക്കളോട് ഇല്ലേ ചേ എന്നൊരു അക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല. അതായത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മളത് പഠിപ്പിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ഗൗരവമായിട്ട് പറയില്ല. അതായത് ചേ എന്നുള്ള അക്ഷരം പോലും പറയരുത്. പലപ്പോഴും എനിക്കടക്കം വന്നു പോണത്, അതായത് നമ്മുടെ മുഖത്തിന്റെ ഭാവം പോലും മാറാൻ പാടില്ല എന്നാണ് ഉമ്മാനോട് ഉപ്പാരോടൊന്നും. പക്ഷെ പറ്റി പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മളെ മനസ്സിലേക്ക് വരാറ്. അതെന്തുകൊണ്ട് എനിക്ക് വരുന്നത്, ഈ ഒരു മതപഠനത്തിലൂടെ ഇത് പഠിച്ചുകൊണ്ടല്ലേ വരുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറിറച്ചുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് പഠിച്ചത് ശാസ്ത്രത്തിൽ നിന്നാണോ? ഇത് കേൾക്കുന്നവർ ചിന്തിക്കണം. അതേപോലെ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ശാസ്ത്രത്തിന്റെ ജോലിയല്ല. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളെ ടോണിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ അതിന്റെ ഒരു പോസിറ്റീവ് പറഞ്ഞത്, പക്ഷെ അത് ശാസ്ത്രം ചെയ്യേണ്ട ജോലിയല്ല. അത്രേ ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി. അത് മതമാണ്. ഇപ്പോതാ ഞാൻ ഒന്നുകൂടി താത്വികമായിട്ട് പറഞ്ഞ ധാർമ്മികത, അതായത് നന്മതിന്മകളെ കുറിച്ചുള്ള ബോധം നൽകുന്നതും പ്രചോദിപ്പിക്കുന്നതും മതങ്ങളാണ്, ദൈവവിശ്വാസമാണ്. ശാസ്ത്രത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുക, പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാനുള്ള ടൂളാണ്. അതിനൊരിക്കലും ഇപ്പോൾ വെള്ളം എന്താണ്, അതിലുള്ള H2 ആണെന്ന് പറയാം. പക്ഷെ അതൊരു പാവപ്പെട്ടവന് കൊടുക്കണം എന്ന് പറയേണ്ട ആവശ്യമായിരിക്കില്ല ശാസ്ത്രത്തിന്. ഈ ഈക്വൽ ടു mc² നിങ്ങൾക്ക് സമവാക്യം കണ്ടെത്തി നിങ്ങളൊരു ആറ്റം ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കാൻ പോകുന്നു. അപ്പം മതം പറയും അത് പൊട്ടിക്കാനല്ല യൂസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇതിനാണ്. ഞാൻ പറഞ്ഞാൽ ശാസ്ത്രവും മതം ഒരിക്കലും ഏറ്റുമുട്ടുന്ന സാധനമല്ല, രണ്ടാണ്. അപ്പൊ മതം ഉണ്ടെങ്കിലേ മനുഷ്യന് നന്നാവാൻ പറ്റുള്ളൂ. ദൈവവിശ്വാസം മതം എന്ന് പറയണേക്കാളും നല്ലേ ദൈവവിശ്വാസം പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. പിന്നെ ഞാൻ വേറെ കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാം. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്താണ്. ഇവിടെ മതമില്ലോനും മതമില്ലാത്തവനും എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം നമ്മളെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോൾ ഭരണഘടനയിൽ അനുച്ഛേദം 25 മുതൽ 28 വരെ പറയണത് എന്താണ്, ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ അനുച്ഛേദം 25 പറയുന്നത് തന്നെയാണ് സ്വതന്ത്രമായിട്ട്, അതിൽ പറഞ്ഞ ഓരോ വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്വതന്ത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ ആചാരങ്ങൾ ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത്, അനുച്ഛേദം 25. ഇതേപോലെ അനുച്ഛേദം 26 എന്താ പറയുന്നത്, അതായത് മതങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും അതായത് അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. അനുച്ഛേദം 26 പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം കൂട്ടിച്ചേർക്കേണ്ടത്, മത ആചാരങ്ങൾ അതാത് മതങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇതേപോലെ അനുച്ഛേദം 27, 28 കൂടി ഈ മതത്തിനെ പറ്റി തന്നെ പറയുന്നത്. എന്തുകൊണ്ടത് ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം നമ്മളിത് മനസ്സിലാക്കണം. വർഗീയത ഇത്രത്തോളം പറഞ്ഞു പരത്തുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം. അനുച്ഛേദം 27 എന്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ വിപുലീകരണത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിനോ വേണ്ടിയിട്ട് ഒരാളും നിർബന്ധിത നികുതി അടക്കേണ്ടതില്ല. അത് അനുച്ഛേദം 27. ഇനി അനുച്ഛേദം 28 വന്നാൽ 3 ഭാഗിച്ചിട്ടുണ്ട്. അനുച്ഛേദം 28 പറയണതാണ്, ഒരു സർക്കാർ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും നിർബന്ധിത മതബോധനം പാടില്ല. 1 അനുച്ഛേദം 28 അതേ അനുച്ഛേദം 28 എന്താ പറയുന്നത് വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് അധികാരം കൈയാളുന്ന സ്ഥാപനങ്ങൾ, എന്നാൽ അതിൽ ഇപ്പോൾ ചില പ്രത്യേക മതവിഭാഗങ്ങൾ ആവശ്യപ്പെടുകയാണ്, മതബോധനം ആവശ്യമുണ്ട് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ മതബോധനം പഠിപ്പിക്കാൻ അവകാശമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന മുസ്ലിം ട്രസ്റ്റുകളുടെയൊക്കെ കീഴിലുള്ള മതബോധനം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഹിന്ദു മതം എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട്, പിന്നെ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ എടുത്തു കഴിഞ്ഞാലും ഉണ്ട് ട്രസ്റ്റിന് കീഴിൽ. അതായത് അതിനുള്ള അവകാശം ഭരണഘടന കൊടുക്കണോണ്ടാണത്. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതേപോലെ അനുച്ഛേദം 28(3) അതോടുകൂടി തീരെയാണ്, മതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അവിടെ പറഞ്ഞ് തീരെയാണ്. മൈനറായ കുട്ടിയെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, രക്ഷിതാക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ മതം പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന്. ഇത്രത്തോളം വിശാലമായ ഒരു ഭരണഘടനയുള്ള ഈ ഒരു രാജ്യത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ മതത്തിൻ്റെ പേരും പറയും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ട് കർണാടകയിലാണ് ഹിജാബ് ഇട്ടിൻ്റെ പേരിൽ കുട്ടികൾ തമ്മിൽ, അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും വർഗീയത കലർന്നൊരു കാലം. ഭയങ്കര അപകടം. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ പഠിപ്പിച്ചു വരുന്ന കുട്ടികൾക്ക് ഞാനൊക്കെ മാക്സിമം എനിക്ക് തോന്നുന്നു ബുക്കിലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് പഠിപ്പിക്കണം കുറഞ്ഞാലും ഇനിയുള്ള കാലത്ത് നമ്മൾ ഇത് വളരെ വ്യക്തമായിട്ട് അവരെ
പഠിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. മൂല്യങ്ങൾ ഒരു യഥാർത്ഥ ഒരു മനുഷ്യൻ എങ്ങനെയാവണം. ഇപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മതത്തിനെ വിശ്വസിക്കണം, സ്നേഹിക്കണം, അതേപോലെ തന്നെ എൻ്റെ സഹോദര മതസ്ഥനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ മാക്സിമം ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഇവിടെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ആയതുകൊണ്ട് സത്യത്തിൽ മനുഷ്യനെ നന്നാക്കുക ദൈവവിശ്വാസമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഏത് ആകട്ടെ ദൈവവിശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്മ തിന്മ എന്ന് നമുക്കൊരിക്കലും ബുദ്ധി കൊണ്ട് നമ്മൾക്കൊരിക്കലും വ്യവച്ഛേദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ യുക്തിയാവില്ല എൻ്റെ യുക്തി, എൻ്റെ ഒരു യുക്തിയാവില്ല നിങ്ങൾ. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത അഭിപ്രായം തന്നെ ചില കാര്യങ്ങളുണ്ടാകുന്നത്. ഇത് നന്മയാണെന്ന് കുറേ ആളുകൾ പറയും, അതേസമയം വേറെ ആളുകൾക്ക് അത് തിന്മയായിരിക്കും. അതേ സന്ദർഭം ഇപ്പോൾ ശാസ്ത്രത്തിന് അത് പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു ബേസിക് മൂല്യമാണ് മനുഷ്യരെല്ലാം തുല്യരാണ്. ഒരു ഉദാഹരണം പറയാം, അത് ബുദ്ധി കൊണ്ട് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നും വിദ്യാഭ്യാസം, സംസ്കാരം, നിറം ഒക്കത്തിലുള്ള വ്യത്യാസങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. ശാസ്ത്രത്തെ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ആ മൂല്യം നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം എല്ലാവരെയും തുല്യരായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണല്ലോ ആദ്യം എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ സംഗതി എന്ന് വെച്ചാൽ ദൈവം എല്ലാവരെയും ഈക്വലായി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ആ ബേസിക് മൂല്യം പോലും കിട്ടുന്നത് സത്യത്തിൽ ദൈവവിശ്വാസത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഇപ്പോൾ എന്താണ്, എന്തിനിപ്പോൾ ഞാനിത് അനുഷ്ഠിക്കണം? ഇപ്പോൾ ഒരു നന്മ, ഒരു മൂല്യങ്ങൾ വാല്യൂ പഠിപ്പിക്കണം. ആ വാല്യൂ ഞാൻ എന്തിനു കൊണ്ട് നടക്കണം എന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് പറയാം, അത് ഞാൻ സ്വീകരിക്കുന്ന വാല്യൂ ആണ്. പക്ഷെ അതിനെ എന്ത് പ്രചോദിപ്പിക്കുന്നു വെച്ചാൽ ദൈവം വിശ്വാസമുണ്ട് എന്നുള്ളത് മാത്രമേ ശരിക്കും അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരിഹാരമുള്ളൂ. അത് മാത്രമേ ഒരാളെ നന്നാക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ലഹരിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഇനിയിപ്പോൾ MDMA ഞാൻ പറഞ്ഞ ഈ ബഹളമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മദ്യം നമ്മൾക്ക് ലീഗലാണ്. ഇനി നമ്മുടെ ഈ പറയുന്ന കഞ്ചാവും ലീഗലാവുന്ന ഒരു കാലമായിരിക്കും വരാനുണ്ടാവുക. കാരണം വ്യക്തിവാദം അത്ര അതിര് പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ, ഇനി ലീഗലാവും നമ്മുടെ. അപ്പോൾ നമ്മുടെ ഒരു മകനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രദറിനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഘടകം എന്തായിരിക്കും? ആ ഒരു ബോധമാണ്. അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ഒരാളെ നന്നാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമാണ്. അപ്പോൾ മതം പ്രശ്നമാണെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ആംഗട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ എക്സലൻസ്. അവരുടെ വൈസ് റെസിഡൻഷ്യൽ ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാ മാതാപിതാക്കളവർക്ക് വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ധാർമ്മികാന്തരീക്ഷത്തിൽ അവരുടെ മക്കളെ വളർത്തണം എന്നുള്ളതാണ്. പുതിയ കാലത്തെ വാർത്തകളും അതുപോലെ തന്നെ നമ്മളെ കേൾവികളുമൊക്കെ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ധാർമ്മിക അന്തരീക്ഷത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു ഇടമാണ് കോറോമ് വയനാടിലെ ഈ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ് മുതൽ ആരംഭിക്കുന്നുണ്ട് അഡ്മിഷൻ. +1 കൊമേഴ്സ്, സയൻസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, അതോടൊപ്പം സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പരിശീലനം, പിന്നെ NEET, JEE എന്നീ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ ഓണർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അത്തരം സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഒരുങ്ങിയിട്ടുള്ള പുതിയ കാലത്തേക്ക് നമ്മുടെ മക്കളെ തയ്യാറാക്കുന്ന അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വെസ്റ്റ് ആംഗട്സ് എന്ന് പറയുന്നത്. ഗേൾസും ബോയ്സിനൊക്കെ സൗകര്യങ്ങളുണ്ട്. റെസിഡൻഷ്യലായി നിന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വയസ്സിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടാം. പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവരിത് എങ്ങനെ ഞങ്ങളിത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടോ അതേപോലുള്ള അവകാശത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനുള്ളതല്ലേ, അത് അവർ തിരിച്ചറിയണം. അതായത് ഇപ്പം ഞാൻ വേറെ കണ്ടുള്ള ഏറ്റവും വലിയ അപകടമാണ് കേട്ടോ, മതപണ്ഡിതന്മാർ, ഏത് മതത്തിലേക്കോട്ടെ മതപണ്ഡിതന്മാർ മതവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പം അതിൻ്റെ കമൻറ്റ് ബോക്സ് പോയിട്ട് തെറിവിളിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മതപണ്ഡിതന്മാരല്ലാതെ ആരാണ് ഈ മതം പഠിപ്പിക്കേണ്ടത്? എല്ലാ തോന്നിയാസങ്ങളും കാട്ടിയെടുക്കണം ഞാനോ അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളോ? അല്ല, അതിന്റെ മറുപടി പറയണം. മതപണ്ഡിതന്മാർ മതം പറയും, അതിൽ നമുക്ക് പറ്റണേ ചെയ്യുക, പറ്റാത്തിന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് മറുപടി പറയാം. അതേ ഒരു പരിഹാരമുള്ളൂ. അല്ലാതെ ഈ മതം പറയുന്ന മതപണ്ഡിതന്മാരെ പോയിട്ട് തെറി വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? പറയാൻ അത് ഒരിക്കലും ചെയ്യരുത്. ഏത് മതവിഭാഗത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരായിക്കോട്ടെ അവർ മതം പറയും. അതെനിക്കൊന്നും ഒരു പ്രശ്നം എന്താണെന്ന് പറയാം, നമ്മൾ ചെയ്യുന്ന ഒരു സാധനം തിന്മയെന്ന് അറിയുമ്പോൾ അപ്പം നമ്മളെന്ത് ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാല് അവര് ചെയ്യണതാണ് ശരി. ഇപ്പൊ ഞാനൊരു സ്ഥാപിക്കാൻ നിൽക്കുകയാണ്, ഞാൻ ചെയ്യണ മാത്രമാണ് ശരി. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് പറയാണ്, ഇവിടെ ഞാൻ ഒരു പ്രസ്താവന ഇറക്കുകയാണ്, എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി, ഞാൻ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഒരു മാനസികാവസ്ഥ എന്തേക്കാരം? അതിപ്പോൾ ഈ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അവർ പറയണ പോലെ വിശ്വാസം ഇല്ല എന്ന് ഞാൻ അത് അംഗീകരിച്ചു കൊടുക്കാം. ഒറ്റ കാര്യം, ഒരു കണ്ടീഷൻ ഞാൻ തിരിച്ചു വെക്കുകയാണ്. മനുഷ്യൻ്റെ മരണം അവരൊന്ന് തടഞ്ഞു കാണിച്ചു തരട്ടെ. ഈ പറയുന്ന ആളുകൾ എല്ലാം കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ ഈ ഒരു കാലത്ത് ഒരു മനുഷ്യൻ്റെ ഇപ്പം എൻ്റെ ജീവിതം ഞാൻ പറയുന്ന പോലെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് തരട്ടെ.
എനിക്ക് ഇത്ര വരെ ജീവിക്കണം, അതിൽ എനിക്ക് ഇന്നെ പോലെയൊക്കെ ആണെന്നുള്ള രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ ഏതെങ്കിലും ഒരു കാലത്ത് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു നിരീശ്വരവാദി ആവാനെ കുറിച്ച് ഞാൻ ആലോചിക്കുക പോലും ചെയ്യുള്ളൂ. ആവുന്നല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ഞാൻ ആ സമയത്തേ ചെയ്യുള്ളൂ. അത് കസ്റ്റമൈസ് ചെയ്ത് തരാം. ബാസിലിനെ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ കുറെ തോട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയാച്ചാല് ഈ കാര്യങ്ങൾ വളരെ ഇൻവോൾവ് ആണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് വാല്യൂസ് എത്ര ഫെയിമിലാണെങ്കിലും നിങ്ങൾ വാല്യൂസ് കീപ്പ് ചെയ്യുക, ഒന്നിനും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവില്ല നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. അതിനൊരു നല്ല ഉദാഹരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ വേറെ കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ ഇതിലാറ് റീച്ച് കിട്ടാൻ എൻ്റെ മുന്നിൽ ഒരുപാട് ഐഡിയകളും ഉണ്ട്, മാർഗങ്ങളും ഉണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയാൽ അത് ഞാൻ ഇന്നെ കാണുന്ന അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ ഞാൻ കൊടുക്കുന്നൊരു തെറ്റായൊരു സന്ദേശം ഉണ്ടായില്ല. അപ്പോൾ അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴും ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ തെറ്റായിട്ടൊന്നും ഈ സമൂഹത്തിന് പോരുത് എന്നുള്ളൊരു സാധനം മനസ്സിൽ വെക്കാറുണ്ട്. എന്നാലും അതിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരേക്കാരം. അപ്പോൾ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യണമല്ല. എപ്പോൾ ഈ ഒരു കൺസേൺ എൻ്റെ മനസ്സിലുണ്ടാവലുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഒരാളും വഴിതെറ്റി പോരുത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരാളും തെറ്റായൊരു രീതി ചിന്തിച്ച് എടുത്ത് അവരുടെ ജീവിതത്തിൽ അതൊരു മോശമായിട്ട് ബാധിക്കരുത് എന്നുള്ളൊരു സാധനം എപ്പോഴും മനസ്സിലുണ്ട്. അത് എന്നും അങ്ങനെ തുടർന്ന് പോകാൻ എനിക്ക് കഴിയട്ടെ. ഞാൻ എന്നോടും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോടൊക്കെ എന്ത് ചെയ്യലുണ്ട്, പ്രാർത്ഥിക്കലുണ്ട്. അത് നിങ്ങളും പ്രാർത്ഥിക്കുക അതേപോലെ. അതായത് നമുക്ക് അല്ലാതെ 1 മില്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നും അതാണ്. നമ്മൾ ഏത് മേഖല എക്സൽ ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മുടെ വാല്യൂസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഇതേപോലെ ഞാൻ വേറൊരു സാധനം പറയട്ടെ, പറയാലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ അതേപോലെ നമ്മളെ കുട്ടികൾ, നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തീരല്ലാതെ ഇപ്പൊ ഞാൻ കാണുന്ന ഒരു സംഭവം കേട്ടോ, അതായത് ഒരു രാഷ്ട്രീയ ബോധമല്ല, ഒരു രാഷ്ട്രബോധമല്ല. അതായത് അതിൽ ബോധേടല്ല എന്നുള്ളതാണ് പറയണത്. നല്ലത് ബോധേടല്ല. അതായത് ഇവിടെ ആരെങ്കിലും ഭരിച്ചോട്ടെ, എന്തെങ്കിലും സംഭവിച്ചോട്ടെ, വോട്ട് ഉദാഹരണത്തിന് വോട്ട് ഇലക്ഷൻ്റെ അന്ന് ലീവ് കിട്ടിയ ടൂർ പോകുന്ന ആളുകൾ എനിക്കറിയാം. ആ വോട്ട് ചെയ്യാതെ എന്നിട്ട് ഭരണകൂടത്തിന് കുറ്റം പറയും. അതായത് ഇന്റെ പൊളിറ്റിക്സിലൂടെ ഞാൻ കൈക്കൊണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഡൽഹിയിൽ കർഷക സമരത്തിൽ ഒരു ദിവസം അവിടെ ഗാസിപൂര് കയറി സംസാരിച്ചിട്ടുണ്ട്. ഹിന്ദി അല്ല, ഞാൻ ഇംഗ്ലീഷും മലയാളം ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ സംസാരിച്ചു. പക്ഷെ അത് 2000 ഇവിടെ കർഷക സമരം നടന്നില്ല 2020. അതായത് ഡൽഹി UP ബോർഡറാണ് ഗാസിപൂര്. അവിടെ കയറി സംസാരിച്ചു. എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം എനിക്ക് അവിടെ കയറി അവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുക, ഞാൻ എന്ത് സംസാരിച്ചു എന്നില്ല എൻ്റെ വിഷയം സംസാരിക്കുക. അതായത് അതായിരുന്നു എൻ്റെ ആ ഒരു ഉള്ളിലുണ്ടായിരുന്ന സാധനം. ആ ഒരു വേദിയിലേക്ക് അന്ന് അവിടെ കയറി സംസാരിക്കണമല്ലോ, UAPA ചുമത്തുണ്ട് അല്ലേ, അങ്ങനെ എന്തൊക്കെ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ കയറി അന്ന് അവിടെ സംസാരിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വീഡിയോ നാട്ടിൽ വൈറലായ ഉടനെ എന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വിളിക്കുകയാണ്. എവിടെ വീട്, എന്തൊക്കെ ചെയ്യണത്, എവിടെ പഠിച്ചത്, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത്, എന്നാ നാട്ടിൽ തിരിച്ചു വരുന്നത്, ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഞാൻ എനിക്കിനി വല്ല തീവ്രവാദി സംഘടനയുമായിട്ട് ബന്ധമുണ്ടോ ഒക്കെയാണ് അവർ പരിശോധിക്കണത്. നിയമമാണ്, നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അവിടെ കയറി സംസാരിക്കാൻ, അതായത് ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ അറ്റം കാണുന്നില്ല, അത്രയും ജനങ്ങളാണ്. ഡൽഹി UP ബോർഡർ ഗാസിപൂരിൽ അന്ന് അവിടെ ഏറ്റവും വലിയ സമരം നടക്കുന്ന ഒരു പന്തലാണത്. അപ്പോൾ അവിടെ കയറി സംസാരിച്ചപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്, അതായത് അവിടെ കയറാനും സംസാരിക്കാനുള്ള ഒരു ഇത് തന്നത് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തിയ സമയത്ത് എനിക്ക് കിട്ടിയൊരു ആത്മധൈര്യം ഉണ്ട്. അത് ഞാൻ ഒരാളെ മുന്നിൽ ഞാൻ അടിയറവ് വെക്കൂല, ഇന്നും വെക്കൂല. പിന്നെന്താണെന്നറിയോ, ഈ അടിച്ചമർത്തപ്പെട്ടവര്, മർദ്ദിതര്, അവരോട് അതിനു വേണ്ടി നിലകൊള്ളണം തോന്നണം. അത് നമ്മളെ മനുഷ്യത്താണ്. അടിസ്ഥാനം വരെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു വാല്യൂ ആണല്ലോ. അവരും കൂടി പൊന്തിച്ചു കൊണ്ടുവരണം, അവരെ പ്രശ്നത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യണം. അത് ഞാൻ പറയാ, ഏത് ഫെയിമിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്, നിങ്ങളെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അത് കാണിക്കുന്ന ഒരാളാണ്. അതായത് ഈ രാഷ്ട്രബോധത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ ഞാൻ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ അതായത് ഞാൻ കേട്ടതിൻ്റെ കുറഞ്ഞ അറിവുകൾ വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇതിലേക്ക് ഇനി ഇഷ്ടംപോലെ അറിവുകളുള്ള ആളുകളുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ വരും, കാര്യങ്ങൾ പറയണം. അപ്പോഴേ നമുക്ക് ഈ അറിവുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ കേട്ട ഒരാളാണ് കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അദ്ദേഹം ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഭയങ്കര ധനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധനം ഫുള്ള് ചെലവഴിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. പോരാത്തതിന് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ മിയാൻ ഖാനെ അദ്ദേഹം എന്ത് ചെയ്തു, രാഷ്ട്രപതിക്ക് കത്ത് ചെയ്താണ്. പിന്നെ നെഹ്റുവിനാണ് കത്ത് ചെയ്തത്, എൻ്റെ മകനെ ഞാൻ സൈന്യത്തിൽ ചേർക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ബോധം എനിക്ക് ഇപ്പം നമ്മൾ കണ്ടു, നമ്മളെ ഒരുപാട് ലോക രാജ്യങ്ങളിൽ യുദ്ധം നടക്കണം നമ്മൾ കണ്ടു. നാളെ ഇപ്പോൾ വലിയൊരു നികുതി യുദ്ധം നടക്കാൻ പോവാണെങ്കിൽ
ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയിൽ കണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു നികുതി യുദ്ധം വരാൻ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കാന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിന്റെ നയങ്ങൾ ഭയങ്കരമായിട്ട്, അതായത് നമ്മുടെ രാജ്യത്തിന് നാളെ വേറൊരു രാജ്യം ആക്രമിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ സമയത്ത് സിവിലിയൻസിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണെന്ന് പോകാനൊരു മനസ്സായിരിക്കും വേണം, നമുക്ക് വേണം. അത് ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കണേ. അതായത് അത് എനിക്ക് ഉള്ളിൽ ആ സാധനം വന്നു വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം കേട്ടുകൊണ്ടാണ്. സ്വന്തം മകനെ അദ്ദേഹം സൈന്യത്തിലേക്ക് അയക്കുകയാണ് രാജ്യത്തിൻ്റെ കാവൽക്കാരനായിട്ട്. അത് എനിക്കും വേണം, ഇനി എൻ്റെ വീട്ടിൽ വരുന്ന മക്കൾക്കും വളർത്തിയെടുക്കേണ്ട ആരാണ്? ഞാൻ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ, രാജ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ, നമ്മൾ ജീവിക്കുന്ന രാജ്യമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്, നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. അത് തീർച്ചയായിട്ടും അല്ല ഞാൻ പറയാം. പിന്നെ ഇത് ഈ ഒരു കറണ്ട് സെനാറിയോ പറഞ്ഞോളൂ. അല്ല, രാജ്യസ്നേഹം അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്യുന്നു. അത് ആരുടെ മുമ്പിലും തെളിയിക്കേണ്ട ആവശ്യം നമുക്കില്ല ഓൾറെഡി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദേശീയതയുടെ ഒരു തീവ്രതയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനും പാടില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ, അപ്പൊ ചില ആളുകൾ ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അയൽ രാജ്യമാണ്. അതായത് എനിക്കിപ്പോ പാകിസ്ഥാനോട് പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. അതായില്ല, ആരൊക്കെ ഇവിടെ വരച്ചൊരു വര, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ജനിച്ചു പോയി, എന്നിട്ട് ഞാൻ ഇതിനെതിരെ പക വെക്കണം? അതിന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതിന്റെ പുരോഗതിക്കും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യം എന്തും ചെയ്യാം, അതിൽ നമ്മൾ പങ്കാളിയാണ്. പക്ഷെ അതിനോണ്ട് അയൽ രാജ്യക്കാരനെതിരെ ഞാൻ പക വെച്ച് നടക്കുന്നു. രാജ്യം ഒരു സമയത്ത് ഈ സർവീസ് ആവശ്യപ്പെട്ടാണെങ്കിൽ നമ്മള് ചെയ്യാനുള്ള സന്നദ്ധത നമ്മളെ ഉള്ളിലുണ്ടാവും. അപ്പൊ ആ ഒരു രാഷ്ട്രബോധം കൂടി നമുക്ക് ഉണ്ടാവണമെന്നില്ലൊരു സാധനമാണ്. അതേപോലെ ഇപ്പൊ നമ്മള് ജീവിക്കുന്ന ഒരു മലപ്പുറം ജില്ല അല്ലെ, നമ്മള് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്. അപ്പം ഈ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിന്റെ ചരിത്രം ഭയങ്കരമായിട്ട് ഇന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഭവമാണ് അത്. അപ്പൊ അദ്ദേഹം ഇവിടുത്തെ ബ്രിട്ടൻ സൈന്യത്തോട് പോരാടിക്കൊണ്ട് സ്വന്തമായിട്ട് അദ്ദേഹം ഒരു രാജ്യം പ്രഖ്യാപിച്ചു. മലയാള രാജ്യം അല്ല, അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിന് അദ്ദേഹത്തെ പേരാണത്. അങ്ങനെ ഈ രാജ്യം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇവർ ഒരു ഇത് കൊടുക്കുകയാണ്, ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുക്കുകയാണ് അല്ലേ. എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്മാറിയാൽ, അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷ എഴുതി തന്നാൽ നിങ്ങളെ സുഖമായിട്ട് മക്കയിൽ പോയി ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്? മക്ക എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ജനിച്ചു വളർന്നത് ഈ മണ്ണിലാണ്, ഈ മണ്ണിൽ തന്നെ ഞാൻ മരിച്ചു, ഈ മണ്ണിനോട് തന്നെ ഞാൻ ചേരുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓരോ രോമം പറിച്ചെടുക്കുകയാണ്. പച്ച മനുഷ്യൻ. ഞാൻ 1921 പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കഥ പിന്നെ മമ്മൂട്ടിയുടെ നിലമ്പൂർ ഏരിയൊക്കെ ഭാഗമാക്കിയിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണത്. അപ്പോൾ അവിടെ കുറെ ഷൂട്ടിംഗ് കടന്നുണ്ട്. പണ്ട് നമ്മളൊന്നും ഇല്ല, ആ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ കയറാൻ ചിലപ്പോൾ. അപ്പം അങ്ങനെ അദ്ദേഹം പറയാണ് ഈ രോമം വരെ പറിച്ചെടുത്തിട്ടാണ്, എന്നിട്ട് അദ്ദേഹം അതിന് പിന്മാറിയില്ല. എന്നിട്ട് അദ്ദേഹം അവസാനമായിട്ട് എന്താ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് അല്ലേ? അല്ല, തൂക്കിക്കൊല്ലാനല്ല, വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അന്ന് വെടിവെച്ച് കൊല്ലുകയാണ്, കണ്ണ് കെട്ടിയിട്ടാണ് വെടിവെക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്ത ആളൊരു അവസരമാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത്, അതിന് എനിക്ക് ആരോട് നന്ദി പറയണം? ദൈവത്തോട് നന്ദി പറയണം എന്ന് പറഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അനുവാദം അദ്ദേഹം ചോദിച്ചു. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കണ്ണ് കെട്ടിയാണ്ട് അദ്ദേഹത്തെ വെടിവെക്കാൻ ഒരുങ്ങിയ ബ്രിട്ടീഷ് സൈന്യത്തോട് അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ കണ്ണ് കെട്ടിയാണ്ട് വെടിവെക്കരുത്. അതേപോലെ അന്ന് പുറകുന്ന വെടിവെച്ചിരുന്നത്, പുറകുന്ന വെടിവെക്കാണ് മുന്നിന്ന് വെടിവെക്കാന്ന് പറഞ്ഞത്. മുന്നിന്ന് ആ വെടി ഏറ്റുവാങ്ങിയ ഒരാളാണ് ഈ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇന്ത്യ ജില്ലയിലാണിത്. മലപ്പുറം ഏറനാട് പ്രദേശം, ഇപ്പോൾ പൂക്കോട്ടൂർ നമുക്ക് പോയെന്നും കാണാൻ പറ്റും. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് സിവിലിയൻസും ബ്രിട്ടീഷ് സൈന്യവും ഏറ്റുമുട്ടിയൊരു സ്ഥലം അതേക്കാരെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനി വേറെ ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ആ പൂക്കോട്ടൂർ സ്മാരകമൊക്കെ, അപ്പോൾ ആ ഒരു ചരിത്രം നമുക്കറിയാം. അതുപോലെ ഒരുപാട്, അതായത് ഈ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് പറയല്ലത്. അതേപോലെ നവോത്ഥാന നായകന്മാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ, വീട്ടി ഭട്ടതിരിപ്പാടി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ ഒരുപാട്, സഹോദരൻ അയ്യപ്പന് ഇനി ആക്കണേ, പിന്നെ ചാവറച്ചൻ അല്ലേ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അങ്ങനെ ഒരുപാട് നവോത്ഥാന നായകന്മാർ. ഇതൊക്കെ പഠിച്ച ഒരാൾ, അതായത് പഠിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഇവരെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഒരു അംശമെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ. ഈ രാജ്യത്ത് വർഗീയതയുടെ ഒരാവശ്യമല്ല. നമ്മളെല്ലാം നമ്മളെ മതത്തിന് വിശ്വസിക്കണം, നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്യണ പോലെ തന്നെ സഹോദരവാസത്തിനെ കൂട്ടിപ്പിടിക്കുക ചെയ്യുക. നല്ല രീതിയിൽ ഈ രാജ്യത്തിന് വേണ്ടി നമ്മളെ കുട്ടികളൊക്കെ ആ രീതിയിൽ വാർത്തെടുക്കണം എന്നാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കണ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. എന്താ പറയാ, പൊതുവെ എനിക്ക് വ്ളോഗേഴ്സിനെ പറ്റി എനിക്കൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. എനിക്ക് ഇതേപോലെ ഈ ചരിത്രങ്ങള് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഞാൻ കേരള ഫോർമേഷനെ കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങളുണ്ടായില്. കേരള ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്നപ്പോൾ നവംബർ 1-ാം തീയതി കേരള പിറവി നമ്മൾ ആഘോഷിക്കുന്നത് ഒറ്റയടിക്കാണ് നവംബർ 1-ാം തീയതി കേരള പിറവി ആകുന്നല്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ പോയി അന്വേഷിച്ചാൽ നമുക്ക് കുറേ സാധനങ്ങൾ ഇന്ന് കിട്ടും.
ഭയങ്കര അടിപൊളിയാണ്. ടീച്ചർക്ക് വേണ്ട ഒരു പ്രധാന ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ ക്ലാസ് എടുത്ത് ഫുള്ള് ആ ബുക്കിലുള്ള മാത്രമല്ല ഞാൻ പറയല്. ഇപ്പോൾ എൻ്റെ കുട്ടികളോട് ചോദിച്ചറിയാം, ഞാൻ അല്ലാത്ത കാര്യങ്ങളും കൂടി. ഇപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരോട് പറയലുണ്ട്, ഫുള്ള് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് വാർത്ത കാണാനും ക്ഷമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവരോട് എന്താ പറയലുണ്ട്, എല്ലാ പീക്ക് ടൈമിലും പ്രധാന വാർത്തകളുണ്ട്. മിനിമം ഈ പ്രായത്തിൽ നിങ്ങൾ അതെങ്കിലും കേൾക്കുക. അതായത് നമ്മളെ ചുറ്റിനും നമ്മുടെ രാജ്യത്ത് എന്താ സംഭവിക്കുന്ന ഒരു മിനിമം ബോധം എല്ലാം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പ്രധാന വാർത്തകൾ കണ്ടിട്ട് നിങ്ങൾ വരണം എന്ന് പറയുന്നുണ്ട്. അതിൽ കുറേ ആളുകൾ ചെയ്യലുണ്ട്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, പിറ്റേന്ന് ചെല്ലുമ്പോൾ ഇന്നലെ അത് നടന്നില്ല, ആരൊക്കെ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വിവരങ്ങൾ നമുക്ക് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതായത് ബോധവടാവണം, നമ്മളെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവടാണ്. വെറും ഈ ഒരു സോഷ്യൽ മീഡിയ. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഫർജീന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞത്, ഞാൻ വേറെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് കാണണം. സത്യമാണ്, ഞാൻ ഇന്നേ വരെ ഞാൻ എഴുതി ഒപ്പിട്ടിട്ട് വരാം ഒരു യൂട്യൂബ് ചാനലിൻ്റെ വ്ളോഗ് കാണാത്ത ഒരാളാണ് ഞാൻ ഇന്നേ വരെ. ഇപ്പം ഞാൻ എന്ത് ചെയ്യലുണ്ട്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ വ്ളോഗ് ഉണ്ട്, അതിരുന്ന് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വരെ അതുവരെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വ്ളോഗും സ്ഥിരമായിട്ട് ഇരുന്ന് കാണാത്ത ഒരാളാണ് ഞാൻ. ഇന്നും കാണില്ല. ഈ വ്ളോഗ് നമ്മളെ